നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തിരുത്തലുമായി VS. സ്വാശ്രയ വിഷയത്തിൽ നിലപാട് തിരുത്തി VS. പ്രതിപക്ഷ സമരവുമായി ബന്ധപ്പെട്ട സർക്കാരിനെ വിമർശിച്ചിട്ടില്ല. താൻ പറഞ്ഞത് SBT SBI ലയനത്തെക്കുറിച്ചൊന്നും വിശദീകരണം. താനും സർക്കാരും രണ്ട് തട്ടിലാണെന്ന പ്രചരണം നടക്കുന്നു. ഇതിനു പിന്നിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്നും VS അച്യുതാനന്ദൻ. തിരുത്ത് സ്വാശ്രയ സമരത്തിലെ സർക്കാർ സമീപനം തെറ്റെന്ന പരാമർശത്തിന്. മുറുകുന്ന സ്വാശ്രയം. സ്വാശ്രയ വിഷയത്തിൽ സമരം ശക്തമാക്കി പ്രതിപക്ഷവും കടുംപിടുത്തം വിടാതെ സർക്കാരും. സഭാ കവാടത്തിൽ UDF MLA-മാർ നടത്തുന്ന നിരാഹാരം ഇന്ന് 5ാം ദിവസം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയ അനൂപ് ജേക്കബ് MLA-ക്ക് മഞ്ഞപ്പിത്ത ലക്ഷണമെന്ന സൂചന. ഷാഫി പറമ്പിലും ഹൈബി ഈഡനും നിരാഹാരം തുടരുന്നു. അതിനിടെ സത്യാഗ്രഹികൾക്ക് പിന്തുണയുമായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും. നിരാഹാരമിരിക്കുന്ന MLA-മാരെ ഇന്നലെ ഫോണിൽ വിളിച്ച രാഹുൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സമരം ശക്തമാക്കുന്നതിൽ ചർച്ചകളുമായി നാളെ UDF നേതൃയോഗവും നിയമസഭാ കക്ഷിയോഗവും. കരുതലോടെ രാജ്യം. പാക് അധീന കാശ്മീരിലെ ഇന്ത്യൻ സൈനിക നടപടിയിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കൊരുങ്ങുന്നതായി റിപ്പോർട്ട്. അതിർത്തി വഴി നുഴഞ്ഞുകയറ്റത്തിന് സാധ്യതയെന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതിജാഗ്രതയിൽ. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏതു നീക്കവും ചെറുക്കാൻ രാജ്യം സജ്ജമെന്ന് പ്രതിരോധ മന്ത്രാലയം. കാശ്മീർ ഉൾപ്പെടെ 4 അതിർത്തി സംസ്ഥാനങ്ങളിലും പ്രധാന നഗരങ്ങളിലും കനത്ത സുരക്ഷാ സന്നാഹം. അതിനിടെ ഇന്ത്യ ആരെയും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കില്ലെന്ന പ്രധാനമന്ത്രി. മറ്റു രാജ്യങ്ങളുടെ പ്രദേശങ്ങൾക്കായി ഒരിക്കലും മോഹിച്ചിട്ടില്ല. ഭൂമിയോടെ ഇന്ത്യക്ക് ആർത്തിയില്ലെന്നും പാകിസ്ഥാന് മോദിയുടെ പരോക്ഷ വിമർശനം. വിലക്ക് നീങ്ങുമോ? കോടതികളിലെ മാധ്യമ വിലക്കിൽ പരിഹാരം ഉറപ്പാക്കുമെന്ന സർക്കാർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചീഫ് ജസ്റ്റിസുമായി അഡ്വക്കേറ്റ് ജനറൽ നാളെ കൂടിക്കാഴ്ച നടത്തും. കോടതികളിൽ മാധ്യമങ്ങളെ വിലക്കാനാകില്ലെന്ന് AG CP സുധാകര പ്രസാദ്. അതിനിടെ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് പിന്തുണയുമായി പ്രമുഖർ. നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് നിയമമന്ത്രി AK ബാലൻ. കോടതി ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്ന കാനം രാജേന്ദ്രൻ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2850 രൂപ, പവൻ 22,800 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.